എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ മാസത്തെ ഒക്ടോബർ മാസത്തെ മത്സരവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ക്ലാസ് KRGയുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടെക്നിക്കൽ പ്രോബ്ലം കാരണം കുറച്ച് വൈകി. അതുകൊണ്ട് കൂടുതൽ നമ്മൾ ഇതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് എത്രയും വേഗം തന്നെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ഇതിൽ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ താഴെ കമൻ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ KRGനോട് പറയും, അദ്ദേഹം അതിൻ്റെ മറുപടി തരുന്നതുമായിരിക്കും. പിന്നീടുള്ള സംശയങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ചോദിച്ചാൽ അത് പറയുന്നതായിരിക്കും. ഞാൻ ഏതായാലും KRGയെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു. ഞാൻ സാധാരണ ചെയ്യണ പോലെ സിമ്പിളായിട്ട് ചെയ്യാനുള്ളൊരു ഉദ്ദേശമാണ്. എന്തെങ്കിലും മിസ്റ്റേക്കുകളോ കുറവുകളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ എന്തായാലും പരിപാടി തുടങ്ങാനുള്ള ഇതാണ്. പിന്നെ ഞാൻ ടെക്നിക്കൽ പരമായിട്ട് വലുതായിട്ടൊന്നും എനിക്കറിയില്ല. എന്നാലും നമ്മുടെ പുലികൾ ഒരുപാടുണ്ട് ഈ കൂട്ടത്തിൽ, എനിക്കറിയാം. അപ്പോൾ ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ലൈറ്റിങ് എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാം അത്യാവശ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. വേറൊരു കാര്യം കൂടെ, നമുക്ക് ലൈവ് ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നത് മിസ്റ്റർ ഡേവിഡാണ്. ഇതെൻ്റെ ഫ്രണ്ട് ഡേവിഡാണ്. പുള്ളി ഞങ്ങൾ ഒരേ യൂണിറ്റിലാണ് വൈറ്റിലയിൽ. പിന്നെ ഒരു ഡിനിൽ എന്ന് പറഞ്ഞൊരു പുള്ളിയാണ്. അത് സിസ്റ്റത്തിന് മുമ്പിൽ ഇരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഒന്നും മിണ്ടാത്തത്. അപ്പോൾ നമുക്ക് പതുക്കെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള പരിപാടിയാണ്. ഞാൻ ഈ ഗ്ലൗസ് യൂസ് ചെയ്യണത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചില്ലിൽ എപ്പോഴും പാടുകൾ വരാൻ ചാൻസസ് കൂടുതലാണ്. അപ്പം അതുകൊണ്ട് നേരത്തെ തുടച്ച് റെഡിയാക്കി വെച്ചതാണ്. എന്നാലും ഒന്ന് തുടച്ചൊന്ന് വൃത്തിയാക്കി വെച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഇത് എടുത്തത്. ഇപ്പോൾ ഞാനിത് ചെയ്തേക്കണത് താഴെ അക്രിലിക് ഷീറ്റും അതിൻ്റെ താഴെ റെഡ് പേപ്പറും വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്തേക്കണേ. താഴെ നിന്നൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. AD 300 1/2. ലെഫ്റ്റ് സൈഡിൽ 600 1/4. റൈറ്റ് സൈഡിൽ 1/4. ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ഡ്രോപ്പ് മറ്റേ കേട്ടണിൽ ഞാനൊരു റെഡ് ഇത് കൂള് കിട്ടാൻ വേണ്ടി ഞാനൊരു സാധനം ഞാൻ ചെയ്തിട്ടുണ്ട്. അത് 1/1 ഇട്ടേക്കണത്. അപ്പോൾ ഞാൻ പതുക്കെ അതിലേക്ക് എടുക്കാനുള്ള സംഭവത്തിലേക്ക് തയ്യാറെടുക്കുകയാണ്. സ്പ്ലാഷ് ഫോട്ടോഗ്രാഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ എല്ലാവരുടെയും കുറേ തെറ്റിദ്ധാരണകളുണ്ട്. നമ്മൾ ഷട്ടർ സ്പീഡ് കൂട്ടിയിട്ടാൽ സ്പ്ലാഷ് ഫോട്ടോഗ്രാഫി കറക്റ്റ് ആവുമെന്നുള്ളത്. പക്ഷേ അത് മാത്രമല്ല ഇതിൻ്റെ അകത്ത്. നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടത്, ഈ സ്പ്ലാഷ് ഫോട്ടോഗ്രാഫിയിൽ ഷട്ടർ സ്പീഡിനേക്കാളും ഇമ്പോർട്ടൻസ് വേറെ ഒന്നുണ്ട്. നമ്മുടെ ഫ്ലാഷ് ലൈറ്റുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. കോൺസ്റ്റൻറ്റ് ലൈറ്റിനേക്കാളും നല്ലത് ഫ്ലാഷ് ലൈറ്റുകളാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫ്ലാഷിനൊരു സ്പീഡുണ്ട്. അതായത് നമ്മുടെ ഇപ്പോൾ മാക്സിമം ഒരു ക്യാമറയുടെ ഷട്ടർ സ്പീഡ് എന്ന് പറഞ്ഞാൽ 8000 ഇതൊക്കെയാണ് വരുന്നത്. നമ്മുടെ ഒരു സിങ്കർണൈസിങ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്യാമറയിൽ 1/250 1/200 ഒക്കെ ആയിരിക്കും വരുന്നത്. ആ സ്പീഡിൽ ഒരു കാരണവശാലും നമുക്ക് സ്പ്ലാഷ് കിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് സ്പ്ലാഷ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു ഫ്ലാഷ് ലൈറ്റ് കത്തുമ്പോഴത്തേക്കും ഈ കത്തി നിൽക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ 1/15,000 ആണ്. അതായത് ക്യാമറയുടെ ഷട്ടർ സ്പീഡ് 1/250 കിടക്കുമ്പോഴും ഈ ശരിക്ക് എക്സ്പോസ് ആവുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഈ ഫ്ലാഷിൻ്റെ സ്പീഡാണ്. ഫ്ലാഷിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/15,000 അല്ലെങ്കിൽ 1/20,000 ആ റേഞ്ചിലേക്കൊക്കെയാണ് ഒരു ഫ്ലാഷ് കത്തി നിൽക്കുന്ന സമയം. അതായത് ഷട്ടർ തുറന്ന് അടയുന്ന ആ സമയത്ത് ഇപ്പോൾ ഫ്രണ്ട് കർട്ടനാണെങ്കിൽ തുറയുന്ന സമയത്ത് ഫ്ലാഷ് ഫയർ ചെയ്യും, ബാക്ക് കർട്ടനാണെങ്കിൽ അടയുന്ന സമയത്ത് ഇത് ഫ്ലാഷ് ഫയർ ചെയ്യും. അപ്പോഴും ഈ തുറന്ന് നിൽക്കുന്ന കുറച്ച് സമയം വെറുതെ എക്സ്പോസ് ആവുന്നുണ്ട്. അതായത് ഫ്ലാഷിൻ്റെ സ്പീഡ് 1/15,000 ആയിരിക്കെ 1/250 ആണ് നമ്മുടെ ഷട്ടർ സ്പീഡ്.
അപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അത്രയും വേരിയേഷനിൽ ആ തുറക്കുന്ന സമയത്ത് ഫ്ലാഷ് ഫയർ ചെയ്യുന്നു, ഫ്രണ്ട് കർട്ടണിൽ, ബാക്ക് കർട്ടണിൽ അടയുന്ന സമയത്ത് ഫ്ലാഷ് ഫയർ ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങളുടെ ക്യാമറയിൽ ഫ്രണ്ട് കർട്ടൺ ആണെങ്കിൽ ഇത് തുറയുന്ന സമയത്ത് ഫയർ ചെയ്താലും പിന്നെയും കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഷട്ടർ അടയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്പ്ലാഷ് ഫോട്ടോഗ്രാഫി ചെയ്യുമ്പോഴത്തേക്കും അവിടെ അവൈലബിൾ ലൈറ്റ് ഫുൾ ഡള്ളായിരിക്കണം. കാരണം വേറെ ഒരു ലൈറ്റ് സോഴ്സ് അവിടെ പാടില്ല. അങ്ങനെ ഒരു ലൈറ്റ് സോഴ്സ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സ്പ്ലാഷ് ഫോട്ടോഗ്രാഫീനെ ബാധിക്കും. അപ്പോൾ സ്പ്ലാഷ് ഫോട്ടോഗ്രാഫിയുടെ ഒരു മെയിൻ ടെക്നിക്കൽ അതാണ്. പിന്നെ ഇപ്പോൾ ഈ അവൈലബിൾ ലൈറ്റിൻ്റെ കാര്യം, ഇന്നാളൊരു ക്ലാസ് വന്നപ്പോഴത്തേക്കും റെജി ഭാസ്കറിൻ്റെ ക്ലാസ് ആയിരുന്നു. അദ്ദേഹം ചോദിച്ചൊരു കാര്യമുണ്ട്, ഇങ്ങനെ എത്ര പേര് ഇവിടെ അവൈലബിൾ ലൈറ്റിൽ ഷൂട്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഇത് സ്പ്ലാഷിൻ്റെ കാര്യമല്ല, മറ്റു ഫോട്ടോഗ്രാഫിയുടെ കാര്യം. അപ്പോൾ എല്ലാവരും കുറേ പേര് ആ ക്ലാസ്സിൽ കൈവക്കി. അപ്പോൾ അവരൊക്കെ വലിയ അഭിമാനത്തോടുകൂടി കഴിയാണ് ഞാൻ അവൈലബിൾ ലൈറ്റ് മാത്രം ഉപയോഗിക്കാറുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞ് നിങ്ങളൊന്നും ചിന്തിക്കേണ്ടത്, നിങ്ങളൊന്നും വിചാരിക്കരുത്. കാരണം ഒരു യഥാർത്ഥ പ്രൊഫഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാഷ് ലൈറ്റിൽ ഷൂട്ട് ചെയ്യുന്നവരാണ്. ഒരു ഫ്ലാഷ് ലൈറ്റ് എങ്ങനെ ഭംഗിയായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് യഥാർത്ഥ ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ. അല്ലാതെ അവൈലബിൾ ലൈറ്റിൽ ഷൂട്ട് ചെയ്യാനായിട്ട് പുള്ളി പറഞ്ഞാണ് ഏത് ബംഗാളിക്കും പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ ചിന്തിക്കരുത്. നമ്മളെ ഫ്ലാഷ് ലൈറ്റ് എത്ര ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് അതൊരു കഴിവ് തന്നെയാണ്, അതൊരു ടാലൻറ്റ് തന്നെയാണ്. അത് പഠിച്ച് തന്നെ ഉണ്ടാക്കുന്ന, എക്സ്പീരിയൻസ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണത്. അപ്പോൾ ഗണേഷ് ചെയ്യുന്നതെല്ലാം ഈ ഫ്ലാഷ് ലൈറ്റിൽ തന്നെയാണ് ഈ പ്രോഡക്റ്റുകളെല്ലാം എടുക്കുന്നത്. കാരണം അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അന്ന് അദ്ദേഹം ചോദിച്ചൊരു കാര്യമുണ്ട്. ഇവിടെ അവിടെ ഒരു ഹോട്ടലിൽ വെച്ചായിരുന്നു ഈ പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ അവിടെ ഡിന്നറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു സ്പൂൺ കൊണ്ടുവന്നിട്ട് പറഞ്ഞ് ഈ ഫ്ലാഷ് ഉപയോഗിച്ച് ഈ സ്പൂൺ കൃത്യമായിട്ട് ഫോട്ടോ എടുക്കാൻ എത്ര പേർക്ക് പറ്റുമെന്നുള്ളത് എനിക്കൊന്ന് അറിയണം. അപ്പോൾ നിങ്ങൾ വീട്ടിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്തോ, ഒരു സ്പൂണിൻ്റെ ഫോട്ടോ, വേറെ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല, ഒരു സ്പൂണിൻ്റെ ഫോട്ടോ നിങ്ങൾ എനിക്ക് അയച്ചു തരണം. അപ്പോൾ നിങ്ങൾക്ക് എടുക്കുമ്പോൾ അത് മനസ്സിലാവും എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഫ്ലാഷിൽ ഒരു സ്പൂൺ എടുക്കുക എന്നത്. അപ്പോൾ ഈ നമ്മൾ പ്രോഡക്റ്റ് ഫോട്ടോഗ്രാഫിയിൽ ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ, അതുപോലെ ഗ്ലാസ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഷൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ടഫാണത്. നമ്മൾ സാധാരണ പ്രോഡക്റ്റ്സ് ഷൂട്ട് ചെയ്യുന്ന പോലെയല്ല. അപ്പോൾ അത് നമ്മൾ ശരിക്ക് ഈ ഫ്ലാഷ് ലൈറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ 1/15,000 ടൈമിലാണ് ഇത് മിന്നി മറയണത്. ഈ സമയത്ത് നമ്മൾക്ക് ഇതൊന്നും വിസിബിൾ അല്ല. നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് ഇതിൻ്റെ റിസൾട്ട് നമ്മൾ കാണുന്നത്. അത് അല്ലാതെ നമുക്ക് ആ ടൈമിൽ കാണാൻ പറ്റില്ല. ഇപ്പോൾ പഴയ കാലത്ത് ഇപ്പോൾ ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫിലിമിൽ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക്, ഇന്ന് ഡിജിറ്റലിൽ നമുക്ക് അപ്പം തന്നെ കാണാം. അന്ന് ഒരിക്കലും നമുക്ക് കാണാൻ പറ്റില്ല. ഫിലിം ഡെവലപ്പ് ചെയ്ത് വന്നാൽ മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ലൈറ്റ് മീറ്റർ ഉപയോഗിച്ച് ഓരോ പോയിൻ്റ് വൈസ് റീഡ് ചെയ്ത് നമ്മൾ ശരിക്ക് ഇത് നമ്മൾ മനസ്സിലാണ് ചിത്രം കാണുന്നത്. ഇപ്പോൾ സീ ഫുഡ്സ് അങ്ങനെയുള്ള ഗ്ലെയർ വരുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാണ് ചിത്രങ്ങൾ കാണുന്നത്. ഇത് അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഷൂട്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ ഈ ട്രാൻസ്പെറൻസി ഡെവലപ്പ് ചെയ്ത് വരുന്നവരെ നമ്മൾ വെയിറ്റിംഗ് ആണ്. അപ്പോഴും നമുക്കൊരു വിശ്വാസമുണ്ട് നമ്മൾ മനസ്സിൽ കണ്ട പടം കിട്ടുമെന്നുള്ളത്. അത് കിട്ടിയിട്ട് തന്നെ ഉണ്ടാവും. കാരണം അന്നത്തെ കാലത്ത് നമ്മൾ ഈ ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാർ അത്രത്തോളം ബുദ്ധിമുട്ടിയാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇന്ന് നമുക്ക് വളരെ എളുപ്പമാണ്. ഇത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അപ്പം തന്നെ ക്യാമറയിൽ കാണാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഗണേഷ് റെഡിയാണോ? ഓക്കെ, അപ്പോൾ ഗണേഷ് കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 2 മിനിറ്റും കൂടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നോട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ ഗ്രൂപ്പിൽ ചോദിച്ചാൽ തീർച്ചയായിട്ടും ഗണേഷ് അതിൻ്റെ റിപ്ലൈ തരുന്നതാണ്. പിന്നെ ഇത് നമ്മളൊരു ഈ ഓൺലൈൻ അല്ലാണ്ട് ഒരു ഓഫ്ലൈൻ ക്ലാസ്സാണ് ഉദ്ദേശിച്ചത്. പക്ഷേ നമ്മൾ ഓൾ കേരള ബേസിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ആൾക്കാർ ഇതിൻ്റെ അകത്തുള്ളതുകൊണ്ട് എല്ലാവർക്കും എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ടും ഇതൊക്കെ കൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ് പ്ലാൻ ചെയ്തത്. തീർച്ചയായിട്ടും നമ്മൾ അടുത്ത് തന്നെ നമുക്കൊരു നേരിട്ടുള്ളൊരു ക്ലാസ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റണം. അതെല്ലാവരും സഹകരിക്കണം. അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ ചെയ്യാം. അപ്പോൾ നമുക്കൊരു ഇൻട്രാക്ഷനൊക്കെ ആവാൻ പറ്റും. പിന്നെ റെഡിയാണോ ഗണേശ്? ഓക്കെ, അപ്പോൾ ഗണേശ് റെഡിയാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഗണേശ് പറയും. ചങ്കുകളെ, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്പ്ലാഷ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി ഇത് ശരിക്കും പറഞ്ഞാൽ കട്ടി കുറഞ്ഞു പോയി അക്രലിക് ഷീറ്റ്. ഇത് ട്രാൻസ്പെറൻറ്റ് അക്രലിക് ഷീറ്റിൽ ഞാൻ ഡബിൾ സൈഡ് ടേപ്പ്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടാണ് ഈ പെർഫ്യൂം ഒട്ടിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ബാക്കിൽ നിന്ന് 2 ലൈറ്റ് കൊടുക്കുക, ബാക്കിൽ നിന്ന് സ്പ്ലാഷ് ചെയ്യുക. പക്ഷേ സ്പ്ലാഷ് ചെയ്യുമ്പോൾ
ഒരു കാരണവശാലും ഈ കോൺസെൻട്രേറ്റ് ലൈറ്റ് ഉണ്ടെങ്കിൽ ഫ്ലാഷ് വർക്ക് ചെയ്യില്ല. അതങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം. അപ്പോൾ കോൺസെൻട്രേറ്റ് ലൈറ്റ് ഓഫ് ചെയ്യും, എന്നിട്ട് ഫ്ലാഷ് ചെയ്യും. ശരിയായില്ലെങ്കിൽ 2-3 പ്രാവശ്യം എടുത്താലേ അത് കറക്റ്റ് ആവുള്ളൂ. അതുപോലെ ഇത് ഞാൻ എടുക്കുമ്പോൾ മൾട്ടിയിലായിരിക്കും ഞാൻ ഷൂട്ട് ചെയ്യണത്. അതായത് ഒറ്റ ക്ലിക്കിൽ 5 ഷോട്ട് ഫ്ലാഷും ക്യാമറയും അറ്റ് എ ടൈമിൽ വർക്ക് ചെയ്യും. അത് സാറിന് നിക്കോണിൻ്റെ കമ്പനി ഒരു ചെറിയൊരു ഫോൾട്ട് പറ്റിയിട്ടുണ്ട് നിക്കോണിൻ്റെ കമ്പനിക്ക്. കാരണം റിമോട്ടിൽ മൊബൈലിൽ വർക്ക് ചെയ്യുമായിരുന്നു, മറ്റുള്ള ക്യാമറയൊക്കെ മൊബൈലിൽ വർക്ക് ചെയ്യുന്നതാണ്. നിക്കോണിൻ്റെ കമ്പനിക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് സിംഗിൾ ഷോട്ട് മാത്രമേ ഉള്ളൂ നിക്കോണിൻ്റെ കമ്പനിക്ക്. അതിപ്പോൾ ഭയങ്കര ഒരു പ്രശ്നമാക്കി ഇരിക്കുകയാണ് ഞാനിപ്പോൾ. അത് അടുത്ത ക്ലാസ്സിന് അവരെ നിക്കോണിൻ്റെ ക്ലാസ്സിന് പോകാൻ നേരത്ത് ഞാനിത് പറയാൻ വേണ്ടി ഇരിക്കുകയാണ്. ഫ്രണ്ട് ഓക്കെ അല്ലേ? ഞാൻ ഈ ലൈറ്റൊക്കെ ഒന്ന് ഓഫ് ചെയ്യണ്ടേ, സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞത് ഈ തേർഡ് പാർട്ടി റിമോട്ട് വെച്ചിട്ടാണ് ഇപ്പോൾ തൽക്കാലം കണ്ടിന്യൂസ്. കാരണം സിംഗിളായിട്ടൊരു പ്രൊഡക്റ്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഈ റിമോട്ട് ഇല്ലാണ്ട് നിക്കോണിൽ വർക്ക് ചെയ്യില്ല. അതാണ് ഞാൻ നേരത്തെ ഒരു കംപ്ലയിൻറ്റ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് എനിക്ക് നിക്കോണിൻ്റെ കമ്പനീനെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് തേർഡ് പാർട്ടി എന്താ പറയുക റിമോട്ട് ഉപയോഗിച്ചിട്ട് ഈ സ്പ്ലാഷ് ഫോട്ടോഗ്രാഫി നമുക്ക് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ സഹായിക്കാൻ വേണം. പക്ഷേ എനിക്ക് സത്യത്തിൽ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് കേട്ടോ. ഡേവിടെ നമുക്ക് ഇവർക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയേ ഒരു ചെറിയൊരു പറഞ്ഞാൽ മതിയല്ല. ഹൈ സ്പീഡ് സിങ്ക് ചെയ്യണമുണ്ട്. ഔട്ട് കുറച്ചേക്കാണ്. ബാക്ക് ലൈറ്റ് കൊടുത്തേക്കുന്ന സാധനത്തിന് 1/4 ഇത് 1/4 അവിടെ നിന്ന് കൊടുത്തേക്കണതിന് 1/4 അതും 1/4 ആണ്. ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തേക്കണത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, പടം എടുത്തിട്ടില്ല. ജസ്റ്റ് ഒന്നുകൂടെ പടം എടുത്ത് നോക്കിയിട്ട് വേണം പറയാൻ, ക്ഷമിക്കണം. അപ്പോൾ ഞാൻ റെഡിയാണ്. ഇനി സ്പ്ലാഷ് ചെയ്താൽ മാത്രം മതി. ഇല്ല, അത് ഫ്രെയിമിൽ വരില്ല. ഞാൻ അപ്പുറത്തു നിന്നാണ് അവിടെ നിന്നാണ് ഒഴിക്കുന്നത്. ഇല്ല, തെറിക്കില്ല. ഓക്കെ, പോരെ? പക്കയല്ലേ? അത് കുഴപ്പമില്ല. ആ കോൺസെൻട്രേറ്റ് ഓഫ് ചെയ്യാം. സോറി, ഒന്നുകൂടെ ചെയ്യണ്ടേ? ഞാൻ കോൺസെൻട്രേറ്റ് കിടക്കുന്നതുകൊണ്ടാണ്. അതിന് കുഴപ്പമില്ല. ആ മൊബൈലിൽ ഒരു ലൈറ്റ് കൊടുക്കാവോ ഒന്ന് ഷാർപ്പ് ചെയ്യാൻ? ഓക്കെ. നമുക്ക് എപ്പോഴും ഈ സ്പ്ലാഷ് ഫോട്ടോഗ്രാഫി ചെയ്യുമ്പോൾ കോൺസെൻട്രേറ്റ് കിടന്നു കഴിഞ്ഞാൽ സ്പ്ലാഷ് കറക്റ്റ് ആവില്ല.
അതുകൊണ്ട് നമ്മൾ എപ്പോഴും മറ്റുള്ള ഏത് ലൈറ്റ് ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യുമോ സുമ പ്ലീസ്. ആ ട്യൂബ് ലൈറ്റ് ഇത് ഇവിടെയാണ് സ്വിച്ച്, ഇവിടെ. അപ്പോൾ ഒന്നുകൂടെ ട്രയൽ അടിക്കുകയാണ്. ഒന്നുകൂടെ വൺ മോർ സുമ. ഒന്ന് ലൈറ്റ് ഇട്ടെ, ഒന്ന് കാണാനാണ്, വെള്ളം എടുക്കാനാണ്. അത് ശരിയായിട്ടില്ല, ഒന്നുകൂടെ ഫയർ ചെയ്യണം. ടോർച്ച് എന്നിട്ട് ആ മതി, ഓഫ് ചെയ്തോ, ലൈറ്റ് ഓഫ് ചെയ്തോ. ആ ആ ആ റെഡി 1 2 3. ആ ഓക്കെ, ലൈറ്റ് ഓൺ ചെയ്തോ. ഇത്രയും പോരെ ഇത്രയും. ഒന്നുകൂടെ ചെയ്യാം, ഒരെണ്ണം കൂടെ ചെയ്തേക്കാം. ഇനി അതിനൊരു വിഷമം വേണ്ട, ഒരെണ്ണം കൂടെ ചെയ്തേക്കാം. ഇവിടെ ലൈറ്റ് ഓഫ് ചെയ്യണം കേട്ടോ. ആ ഓക്കെ റെഡി 1 2 3. ഒന്നുകൂടെ എടുത്തേക്കാട്ടാ. ലൈറ്റ് ഓൺ ചെയ്ത ലാസ്റ്റ് ആൻഡ് ഫൈനൽ. ആ മതി, ഓഫ് ചെയ്തോ. ആ മതി, ലൈറ്റ് ഓൺ ചെയ്തോ. എവിടെ ഓൺ ചെയ്തോ നോക്കിയേ. ഒരെണ്ണം കിട്ടിയാൽ മതി, അത്രേ ഉള്ളൂ, മതി. അടിപൊളി. ഇത് ഉദ്ദേശിക്കണ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ ഇത് വച്ചിട്ട് പ്ലെയിനിൽ നമ്മളൊരു പടം എടുത്തതിന് ശേഷമേ നമ്മൾ ഫ്ലാറ്റ് ഫോട്ടോഗ്രാഫി ചെയ്യാൻ പാടുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ പടവും ഇതും കൂടെ ചേർന്ന് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ആണ്ടാ, ബാക്കി നമുക്ക് സിസ്റ്റത്തിലിട്ട് നമുക്ക് ലൈവ് കാണാം. ഇപ്പോൾ തൽക്കാലം ക്ലോസ് ചെയ്തിട്ട് ബാക്കിയുള്ള സിസ്റ്റത്തിൽ കറക്റ്റ് ചെയ്തിട്ട് ഗ്രൂപ്പിലേക്ക് ഇടുന്നതാണ് ഈ 2 പടവും. പ്രിയപ്പെട്ട TPG കുടുംബാംഗങ്ങളെ, അപ്പോൾ നമ്മുടെ ഇന്ന് ക്ലാസ് തുടങ്ങാൻ കുറച്ച് ലേറ്റായി. അതിൻ്റെ ടെക്നിക്കൽ പ്രശ്നങ്ങളാണ്. അത് ഇപ്പോൾ ഏതായാലും ഇപ്പോൾ ഇത്രത്തോളം എത്തിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇതിനുവേണ്ടി സഹകരിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഈ സൗജന്യമായിട്ട് നമുക്ക് ഈ ക്ലാസ് ചെയ്തു തന്ന ശ്രീ ഗണേശന് നന്ദി പറയുന്നു. പിന്നെ അതുകൂടാണ്ട് നമുക്ക് ഇതിൻ്റെ ലൈവ് ചെയ്തു തന്ന ഡീനിൽ നിങ്ങളൊന്ന് പിന്നെ അതുകൂടാതെ നമ്മൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്ത ഫൈസൽ, നമ്മുടെ ഗ്രൂപ്പ് അംഗം തന്നെ ഫൈസൽ, രാജൻ ചേട്ടൻ, അതുപോലെ എല്ലാവർക്കും നന്ദി പറയുന്നു. കൂടാതെ നമ്മുടെ അഡ്മിൻ പാനൽ അംഗങ്ങൾക്കും ഇതിനുവേണ്ടി എന്നെ സഹായിച്ച എല്ലാ അഡ്മിൻ പാനൽ അംഗങ്ങൾക്കും പ്രത്യേകിച്ച് അച്ചായനും എല്ലാ രീതിയിലുള്ള നന്ദിയും സമർപ്പിക്കുന്നു. അപ്പോൾ ഞാൻ ഗണേശന് കൊടുക്കുകയാണ്. എനിക്കൊന്നും പറയാനില്ല. ബാക്കി ഇതിൻ്റെ ഔട്ട് ഞാൻ സിസ്റ്റത്തിൽ വർക്ക് ചെയ്ത് നിങ്ങളെ ലൈവായിട്ട് കാണിച്ചു തരും. കണ്ടിട്ട് ബാക്കി നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞാൽ മതി. കമൻറ്റിൽ പറയുമ്പോൾ ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ പറയാം. താങ്ക് യു വെരി മച്ച് എല്ലാവരും ഇത്ര നേരം സഹിച്ചതിനും സഹകരിച്ചതിനും.